മിഷായർ തോ നഹി എന്നിട്ടൊരു പാട്ടാണ്. അതേ നേരത്ത് ടീച്ചർ പഠിപ്പിച്ച ആ 4 ലൈൻ ഒരു കൊല്ലം മൊത്തം പഠിച്ചാലും വരത്തില്ല. പൈത്തഗോറസ് പ്രത്യേകിച്ച് വന്നിട്ടേ ഇല്ല. എല്ലാരും പറയും എങ്ങനെ കാണുന്നത്, കണ്ണുകൊണ്ട് കാണുന്നു, എങ്ങനെ കേൾക്കുന്നു, ചെവിയിൽ കേൾക്കുന്നു, എല്ലാത്തിനും ഫംഗ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാ പഠിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതിനാണ് മനസ്സ്. എന്ത് ശരിയാണെങ്കിലും മനസ്സ് നന്നാക്കണം. ഇപ്പൊ ഞാനിപ്പോ അമ്മോട് ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കാന്ന് വെക്കുക, ഇപ്പൊ തലേ കയറണല്ല. അപ്പൊ അമ്മോട് പറഞ്ഞ അമ്മേ എനിക്കിപ്പോ ഒന്നും മനസ്സിലാവണല്ല. അപ്പൊ അത് ആദ്യം മനസ്സ് നന്നാക്കാൻ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ തമ്മിൽ തടി വയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ അമ്മ പറയും, ഇപ്പോൾ ഒരു ബന്ധമില്ലെങ്കിൽ അമ്മ പറയും ആദ്യം പോയി മനസ്സ് നന്നാക്കിയിട്ട് വരാൻ പറയും. അപ്പോൾ ഈ മനസ്സ് നന്നാക്കാന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കണേ? ഇപ്പം പുറമേന്ന് ഒരാൾ കാണുമ്പോൾ ലൈഫിൽ സക്സസ് എന്ന് പറഞ്ഞാൽ കാറ്, ബിൽഡിങ്, കുറെ കാശൊക്കെ ഉള്ള അതാണോ ശരിക്കും സക്സസ്ഫുൾ? അതോ ഈ ഒരു നല്ല മനസ്സുള്ള ആള്? ഏതാണ് ശരിക്കും സക്സസ്ഫുൾ ആയ ഒരു മനുഷ്യൻ? ഞാനും എൻ്റെ ബുദ്ധിയും, അതിൻ്റെ പേരെന്താണ്? ഞാനും എൻ്റെ ബുദ്ധിയും. ഞാനെന്നുള്ള ബുദ്ധിയും മനസ്സെന്നുള്ള ശക്തിയും ഒന്നിക്കണം. ഒന്നിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റോ, പഠിക്കാൻ പറ്റോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈ മുറിയിൽ നിങ്ങളുടെ മനസ്സ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ പേര് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് വീക്ക് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ടീച്ചർ ക്ലാസ് എടുക്കും, ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വ്യത്യാസം റിസൾട്ട് വരുമ്പോൾ അവന് 95 മാർക്കും എനിക്ക് ബാക്കി 5 മാർക്ക്. കാരണം 100 ആക്കണ്ട എങ്ങനെയെങ്കിലും. ഒരേ ക്ലാസ്സിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു എന്നും വിചാരിക്കരുത്. ക്ലാസ്സിൽ മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമെന്നൊന്നും ആവശ്യമില്ല. ബുക്ക് തുറന്നാലും മനസ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് നോക്കത്തുള്ളൂ. തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാട്ട് ഒരിക്കൽ കേട്ടാൽ മതി. ഒരിക്കൽ. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങ് പാട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇളയ നീല എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ട്. ഒരിക്കൽ കേട്ട് പാടും. അതേ നേരത്ത് ടീച്ചർ പഠിപ്പിച്ച ആ 4 ലൈൻ ഒരു കൊല്ലം മൊത്തം പഠിച്ചാലും വരത്തില്ല. പൈത്തഗോറസ് പ്രത്യേകിച്ച് വന്നിട്ടേ ഇല്ല. എന്ത് പൈത്തഗോറസ് ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല. സിമ്പിളായിട്ട് ഹിന്ദി എന്നെ പഠിപ്പിച്ചില്ല. തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല. എന്നാലും ഞാൻ ഹിന്ദി പാട്ട് ഒരു സിനിമയിൽ പോയി കണ്ടു. അന്ന് എനിക്ക് 16 വയസ്സുണ്ടായിരുന്നു. 14 15 വയസ്സ്. ബോബി എന്നുള്ളൊരു സിനിമ കാണിച്ചു. അപ്പം ഞങ്ങൾ പോയി കണ്ടു. എനിക്ക് ഹിന്ദി എഴുതാനും അറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എഴുതിയിട്ടാണ് മാർക്ക് കിട്ടുന്നത്. കാരണം പടം വരയ്ക്കുന്ന പോലെ ഇങ്ങനെയാണ്. അല്ലാതെ ആന്നും അറിയില്ല. അത്രയ്ക്ക് പോഷായിരുന്നു എൻ്റെ ഹിന്ദി. അങ്ങനത്തെ ആൾ ഹിന്ദി പഠിക്കാൻ സിനിമ കണ്ടു, തിരിച്ചു വന്നു. ഹോസ്റ്റലിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട്സ് പോയി പറഞ്ഞു, സാറേ നമ്മുടെ പൊട്ടനുണ്ടല്ലോ എന്ന്. എന്നെ കാരണം എപ്പോഴും വെയിലാവുന്നുണ്ട്. ഹിന്ദി ടീച്ചർ അങ്ങനെ പറഞ്ഞു. അയാൾ ആ പാട്ട് മൊത്തം പാടുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചറിന് കേൾക്കണം. കാരണം അന്ന് വാക്ക്മാനും ഇല്ല, TV ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അത് ഞങ്ങളൊരു വില്ലേജിലാണ്. അപ്പോൾ അയാൾക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. ഈസ് അറൌണ്ട് 27 years old, unmarried, and that movie was a very romantic movie. ഓക്കെ. അപ്പോൾ ഞാൻ 14 വയസ്സുള്ള എനിക്കെ കുറച്ച് റൊമാൻസ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ആ പാട്ട് അയാൾ കേൾക്കണം. അയാൾ അപ്പോൾ അടുത്ത ദിവസം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് മണി ആടാൻ നോക്കും. അപ്പോൾ ഞാൻ വെച്ച് എന്നെ എന്തെങ്കിലും ചീത്ത വിളിക്കാനായിരിക്കുന്നുണ്ട്. ഞാൻ പോയി. അയാൾ പറഞ്ഞു അതൊന്നല്ല, നീ ആ പാട്ട് പാടണം. അപ്പോൾ ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു. ആ പാട്ട് പാടി. മിഷായർ തോ നഹി എന്നിട്ടൊരു പാട്ടാണ്. ആരും കേട്ടിട്ടില്ലേ? അടിപൊളി പാട്ടാണ്. പ്യാർ കാ നാം മേനെ സുനാതാ മഗർ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ പാട്ട് പാടിപ്പോ ആ ടീച്ചർ നെട്ടി. അയാൾ ആലോചിക്കും, ഇവൻ ഇങ്ങനെ ഒരിക്കൽ കേട്ടിട്ട് ഈ മൊത്തം പാടുന്നത്. ഒരു കൊല്ലം പഠിപ്പിച്ച ഹിന്ദി അറിഞ്ഞൂടാ, അങ്ങനെ ഒരിക്കൽ കേട്ടിട്ട് പാടുന്നു. ഞാൻ തിയേറ്ററിൽ പോയത് പഠിക്കാനല്ല. അതുകൊണ്ട് അവിടുത്തെ കാര്യം മൊത്തം പഠിച്ചു. തിയേറ്ററിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരുത്തം വന്നിരിക്കും. അതാരാണ്? നിങ്ങളുടെ മനസ്സ്. വീഗാലാൻഡിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെ അത് വീഗാലാൻഡ് എത്തും. പിന്നെ നമ്മുടെ ദേഹം പിന്നെ പോയി എത്തും. അങ്ങനെയാണ് എത്തുന്നത്. ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സ് ആദ്യം തന്നെ പോയി എത്തും. മനസ്സ് അവിടെ പോയി ഇരിക്കും. മനസ്സിനെ റെക്കോർഡിങ്, റീചെയിനിങ്, റീകോളിങ് എന്നുള്ള ഫംഗ്ഷൻ ഉള്ളൂ. എല്ലാവരും പറയും എങ്ങനെ കാണുന്നത്, കണ്ണുകൊണ്ട് കാണുന്നു, എങ്ങനെ കേൾക്കുന്നു, ചെവിയിൽ കേൾക്കുന്നു, എങ്ങനെ കഴിക്കുന്നത്, വായോണ്ട് കഴിക്കുന്നു, ടേസ്റ്റ്, എല്ലാത്തിനും ഫംഗ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാ പഠിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അതിനാണ് മനസ്സ്. എല്ലാം മനസ്സാണ്. മനസ്സ് നിങ്ങളെ വിട്ട് മാറിപ്പോയാൽ കഴിഞ്ഞു. നമ്മൾ ഒന്നിച്ചാൽ അതിൻ്റെ പേര് യോഗം. നമ്മൾ ഒന്നിച്ചാൽ അതിൻ്റെ പേര് യോഗം കൂടി. ഞാനും അല്ലെങ്കിൽ നിങ്ങളും കൂടിയ അതിൻ്റെ പേര് യോഗം എന്നല്ല, അതിൻ്റെ പേര് യോഗ എന്നാണ്. ഒന്നിക്കുക. ഞാനും എൻ്റെ മനസ്സും ഒന്നിക്കാതെ നിങ്ങൾ ഒരു പണിയും ചെയ്യരുത്. കാരണം അതാണ് പവർ. മനമേ മാവരും ശക്തി. പഠിച്ചാൽ പിന്നെ ജന്മത്തിൽ നിങ്ങൾ പഠിക്കണ്ട. പഠിക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ടും കാര്യമില്ല. ആദ്യം പഠിക്കേണ്ടത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആണോ അല്ലെങ്കിൽ പഠിക്കുന്നതാണോ? പറയണം.
പഠിക്കുക. അതാണ് ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞത്, ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞത്. പഠിക്കുന്നതിന് മുമ്പ്, ബുക്ക് തുറക്കുന്നതിന് മുമ്പ് പറയണം. ഇഷ്ടമില്ല, പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനെയല്ല പറയേണ്ടത്. മനസ്സിന് ഭാഗ്യം കൊണ്ട് ബോധമില്ല, എന്തില്ല, ബോധമില്ല. എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കും. ഒരു ചെകുത്താൻ്റെ കഥ പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ തന്നെ നടക്കാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ പോയില്ല, നീയും കൂടെ ഒരു ചെകുത്താൻ്റെ കഥ പറഞ്ഞു കൊടുത്താണ്. അന്ന് വരയ്ക്കും തന്നെ ഓടിക്കടിച്ചുകൊണ്ടിരുന്ന കൊച്ചായിരുന്നു. ഒരു കഥ ഒന്ന് ഡൗൺലോഡ് ആയപ്പോൾ ആ വൈറസ് കയറിയിട്ട് ഇപ്പൊ അത് കൊളാക്കി വെച്ചിരിക്കുകയാണ്. ടെറസിൽ പോയി തുണി എടുക്കാൻ പറഞ്ഞാൽ അമ്മയും വന്ന് ഒരു തുണി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ടെറസിൽ പോവില്ല. പിന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞില്ലേ. നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് 17 വയസ്സ് കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ഡൗൺലോഡായി അത് ഡിലീറ്റ് ആവുന്നു? ഒന്നും ഡിലീറ്റ് ആവില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞാൽ ഈ ഭയമൊക്കെ അവിടെ തന്നെ കിടക്കും. അതവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം നിങ്ങൾ ഫ്രണ്ട് ആവേണ്ടത് ലോകത്ത് ആരുടെ കൂടെയല്ല. ട്രൈ ടു ബിക്കം യുവർ ഫ്രണ്ട്, ബിക്കോസ് യു ഹാവ് ഓൺലി വൺ കമ്പാനിയൻ. യു ഹാവ് ഓൺലി വൺ കമ്പാനിയൻ ത്രൂ ഔട്ട് യുവർ ലൈഫ്, ആൻഡ് ദാറ്റ് കമ്പാനി ഈസ് നോട്ട് ഫ്രം ഔട്ട്സൈഡ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, ഒരു പരിധിക്ക് അവർ വരാൻ പറ്റത്തില്ല. യുവർ ചിൽഡ്രൻ കാൺ കം വിത്ത് യു. Nobody can be with you all the time. Only you need to be with yourself, and that means നല്ല മനസ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.